ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇതാക്കുന്ന കുറേ ആയും തോന്നുക എനിക്ക് ഇങ്ങനെ ഇതേപോലെ നേരിട്ടൊക്കെ വന്നിട്ട്. അപ്പം നമ്മൾ കുറച്ച് തിരക്കായി പോയിട്ടോ. പിന്നെ ഇന്ന് നല്ല വെയിലുണ്ട്. വെയിലിൻ്റെ ആ ഒരു ചൂട് കണ്ണിലേക്ക് അടിച്ചിട്ട് കണ്ണ് ഒരു മങ്ങിച്ച പോലെ. അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കാം കേട്ടോ. പിന്നെ നമ്മളെ കോഴികളൊക്കെ ഇതാക്കുന്ന വലയുടെ ഉള്ളിൽ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട്. ഉണ്ടല്ലേ, ഇപ്പൊ വെയിൽ വന്നപ്പോൾ എല്ലാവരും ഇതാക്കുന്ന മണ്ണിൽ കളിക്കാനുള്ള ഒരു പരിപാടി കേട്ടോ. അതാണ്ടോ. പിന്നെ ഇന്ന് ഒരു വിഷമമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞുണ്ടല്ല കൈത്ത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൈത്ത് വലിയ തോതിൽ തിരിച്ചിലൊന്നുമില്ലായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി വരെ ഞാൻ കിടക്കാൻ നേരത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിപ്പിച്ച് നമ്മൾ വേറെ അടവെച്ച കോഴിയുടെ അടുത്തായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ തള്ളക്കോയിൻ്റെ അപ്പുറം വെക്കുമ്പോൾ ഇനി വീണ് എന്തെങ്കിലും പറ്റണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുന്ന കോഴിയുടെ ചൂട് തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളുടെ അടുത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. രാവിലെ എണീച്ച് ഞാൻ തീറ്റയോ വെള്ളം കൊടുക്കാൻ നോക്കാൻ പോയപ്പം ചത്ത് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര വിഷമായി. അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. ആ കഴുത്ത് തിരിച്ചിൽ കുറച്ചൊക്കെ ഒന്ന് കുറവുണ്ടായതായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോൾക്ക് ഇങ്ങനെയാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാൽ ഇന്നലെ 2 ദിവസം ഞാൻ നല്ല തിരക്കിലായിരുന്നു കേട്ടോ. തിരക്ക് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. 2 ദിവസം നല്ല തിരക്കായിരുന്നു. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വരൻ്റെ ഒരു കോഴിക്കുഞ്ഞ് വലൻ്റെ ഈ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയൊരു ഓട്ടം അത് കണ്ടു വെച്ചിട്ടുണ്ട്. അതിലെങ്ങനെ ഡെയിലി പുറത്തിറങ്ങി നടക്കാട്ട് ചെയ്യൽ. ഇപ്പം നമ്മൾ ഈ പരിസരത്ത് അവിടെ ഉണ്ട് കേട്ടോ, കാണിച്ചുതരാം. അപ്പോൾ ഏതോ ഒരു ചെറിയ എവിടെ ഗ്യാപ്പ് എന്നറിയില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ കോഴിക്കുഞ്ഞ് കടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൂട്ടി തന്നെയാണ്, പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് കാണിച്ചെടുക്കുക. ഇതിൻ്റെ ഇങ്ങോട്ട് കടക്കട്ടെ. ചുരിദാർ കുറച്ച് ഇതുകൊണ്ട് കാലെടുത്ത് വെച്ച് കിടക്കണം. പിന്നെ അന്ന് നമ്മളതിൽ വലയൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു പച്ച നെറ്റ് കുറച്ചുണ്ടായിരുന്നു. അപ്പം അത് മാത്രം ഡോറിൻ്റെ അവിടെ മാത്രം വെച്ചാട്ടോ. പിന്നെ നമ്മളൊക്കെ അറിയാമല്ലോ, നല്ല മഴയും കാറ്റൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ നല്ല കൂടായതുകൊണ്ട് മേൽക്കൂരയൊക്കെ നല്ലതായതുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാക്കുന്ന ഒരു ചക്രമോളെ ഇതൊന്ന് കാണിച്ചു. ഈ ഒരു കൂട് ചെറിയൊരു കൂടാട്ടോ. പിന്നെ ഇതിന് താഴത്ത് പലകേനെ കൊണ്ടുള്ളതാണ് ഇതിൻ്റെ അടിഭാഗമൊക്കെ. അപ്പോൾ പലക ഒഴിവാക്കി കുറച്ച് നെറ്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നെറ്റ് അടിക്കാന്ന് പറഞ്ഞിട്ട് എന്നോ ഞാൻ പുറത്തെടുത്തിട്ട കൂടാട്ടോ ഈ ഒരു കൂട്. പിന്നെ മനുഷ്യനെ പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ട് പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയപ്പോൾ അവരെ ഇടാനുള്ളൊരു കൂടില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇന്നലെ തന്നെ കുറച്ച് നെറ്റൊക്കെ അടിച്ച് നമ്മൾ കൂട് ഈ ഒരു ഇവരെ കൂടിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ആക്കി. പിന്നെ കൂട് ഉയരത്തൊന്നും വെച്ചിട്ടില്ല. നമ്മളിപ്പോൾ താഴത്ത് ഇപ്പോൾ ഇതാക്കുന്ന അങ്ങനെ ഇറക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ മഴപ്പാറിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഇതിൻ്റെ മേലെ ഇതാക്കുന്ന ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞ് അതിലെങ്ങനെ കാണിച്ചു. അപ്പോൾ ഒരുപാട് വെളിച്ചമൊന്നുമില്ല, എന്നാലോ ഇരുടും അല്ല, അങ്ങനെ ഒരു ഇതാട്ടോ. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട് കൂട്ടിൽ. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന ഈ ഒരു കൂട്ടിലാട്ടുള്ളത്. അപ്പോൾ കുറച്ച് നെറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടതാട്ടോ. പിന്നെ ഇവർ 5 പേരല്ലേ ഉള്ളൂ. ഇന്ന് രാവിലെ ഒരു കോഴിക്കുഞ്ഞ് ചത്തുപോയി. അപ്പോൾ ഇവർക്ക് നിൽക്കാൻ ഇത് സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ ഈ കൂട്ടിലിട്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളവും തീറ്റയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലാട്ടുള്ളത്. ഇവര് ഡോറ് തുറക്കാൻ കാത്തുക്കാട്ടോ. ഡോറ് തുറക്കാൻ കാത്തുക്കാണ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ പുറത്തിറങ്ങി ശീലിച്ചുകൊണ്ട് ഇപ്പോൾ കൂട്ടിൽ നിൽക്കാൻ ഭയങ്കര മടിയാട്ടോ ആശാമാർക്ക്. അപ്പോൾ ഇവരാട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, നല്ല ഉഷാറായിട്ട് തന്നെ. അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക്. ഉണ്ടോ, ഡോറ് തുറന്നതാ പുറത്തേക്കാ. അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞിനെ കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാക്കുന്ന കേട്ടോ ഇവരാട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവർക്കൊക്കെ ആയിരുന്നു അസുഖം ഉണ്ടായിരുന്നത്. ഇതിന് അപ്പോൾ ഇവരൊക്കെ കുഴപ്പമില്ലാത്ത രീതിക്ക് ഇപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് കൂട്ടുന്നൊക്കെ ഇറങ്ങി വരാനും പോകാനൊക്കെ വേണ്ടിയിട്ട് മനുഷ്യരുടെ ചെറിയൊരു കോടിയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലെ കൂടെ ഒന്നും ഇവർ കയറി പോവില്ല കേട്ടോ.
ഇവരെ പുറത്തേക്ക് പറന്നിറങ്ങും, പിന്നെ കൂട്ടിലേക്ക് പിടിച്ച് കയറ്റി കൊടുക്കലാട്ടോ ചെയ്യല്. ഇന്നിപ്പോ കുറച്ച് മഴ കുറവായതുകൊണ്ട് തന്നെ നമ്മളെ കൂടും പരിസരമൊക്കെ കുറച്ച് വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. മഴയാണെങ്കിൽ ഈ ഒരു കാറ്റ് കാരണം മഴപ്പാറിൽ നമ്മളെ ഈ കൂടിന്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ എത്തും കേട്ടോ. പിന്നെ അവിടെയൊക്കെ ചളിയായി, ഇവരിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഇങ്ങനെ കഴിക്കല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചളിയാകാനും ചീച്ചിലാകാനും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ നമ്മളിപ്പോൾ രണ്ടാമത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്താട്ടോ നിലത്തൊക്കെ. ഇന്നല്ല, ഇന്നലെ ഇട്ട് കൊടുത്താണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, വലിയ ചീച്ചിലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഏരിയ കുറച്ച് വൃത്തിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരധികം കൂടിന്റെ ആ ഒരു ഭാഗത്ത് നട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്താണ് നമ്മൾ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ തന്നെ നിന്നിട്ടാണ് കൂടിന്റെ ആ ഒരു ഭാഗം ചീച്ചിൽ വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം ഇവർക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനും തീറ്റയൊക്കെ കഴിക്കാനൊക്കെ, ഇപ്പോൾ വെയിലായതുകൊണ്ട് നമുക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ സുഖമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. സ്ഥലമൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് വലന്റെ ഉള്ളിൽ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് കോഴിമുട്ടയൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കോഴികൾ എവിടേക്കോ കോഴിമുട്ടയൊക്കെ ഇട്ടിട്ട് കോഴിമുട്ട ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ വലന്റെ ഉള്ളിലൊക്കെ കോഴിനെ ഇടുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് കോഴിമുട്ടയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു കോഴിക്ക് പൊരുത്തായിട്ടുണ്ടെന്നാ തോന്നുന്നത്. പിന്നെ ഓൾറെഡി നമ്മളവിടെ ഒരു കരിങ്കോഴി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കൂട്ടിൽ ഒരു കോഴിമുട്ടയായിട്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇതാക്കുന്ന ഒരു 8 മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്ന് 8 ഉണ്ടായിരുന്നില്ല, 8 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും കോഴികൾ വന്ന് ഇട്ടോന്ന് എനിക്കറിയില്ല, ഇതിലേക്ക് കാണുന്നില്ല. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഇപ്പൊ ഒരു 3-4 ദിവസമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോ നമുക്ക് അത്ര ഓർമ്മ ഉണ്ടായിക്കോളുന്നില്ലല്ലോ. ഇതാട്ടോ നമ്മളെ വര ഉള്ള ആ ഒരു കോഴിക്കുഞ്ഞ്. ഇപ്പൊ നമുക്ക് ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് നമ്മളെ പുറത്തെ കൂടെയൊക്കെ ഇതാക്കുന്ന നടന്ന് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പിടിക്കാൻ പോവോന്ന് വിചാരിച്ചിട്ട് എന്നെ വിട്ട് പോവാട്ടോ. വലന്റെ ഉള്ളിൽ ഏത് ഭാഗത്തൂടി അവള് കിടക്കുന്നതെന്ന് അറിയുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. ഒന്ന് നമ്മളെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പൊ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ.